അധ്യായം 54. ചില വ്യക്തികളുമായിട്ടുള്ള കണ്ടുമുട്ടലുകൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ ഒരുപക്ഷെ നല്ലതും മോശമായതുമായിട്ട് കൊണ്ടുവരുന്നുണ്ട്. ആദ്യമായി കണ്ടുമുട്ടിയ നിമിഷങ്ങൾ ചിലർക്കെങ്കിലും മറക്കാനാകാത്ത നല്ല ഓർമ്മകൾ സമ്മാനിച്ചിട്ടുണ്ടാകും. പിന്നീട് ഒരുപക്ഷെ നല്ല കുടുംബ ബന്ധങ്ങൾക്ക് വരെ തുടക്കം കുറിച്ചിട്ടുമുണ്ടായിരിക്കും. മുന്നോട്ടുള്ള യാത്രക്കിടയിൽ ഒത്തിരിയേറെ മനുഷ്യരെ കാണുന്നു. ചിലരെ ആദ്യ കാഴ്ചയിൽ തന്നെ ഇഷ്ടപ്പെടുന്നു. കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ് പരസ്പരം പരിചയപ്പെടുന്നു, സൗഹൃദത്തിലാകുന്നു, ആവശ്യഘട്ടങ്ങളിൽ പരസ്പരം സഹായമാകുന്നു. അങ്ങനെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തുന്ന വ്യക്തികളായി അവരിൽ ചിലരൊക്കെ മാറുന്നു. നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്തും നമ്മൾ ആഗ്രഹിച്ച വ്യക്തിയെ ഒരുപക്ഷെ നേരിൽ കാണാൻ കഴിഞ്ഞെന്ന് വരില്ല. ജീവിതത്തിലെ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കുവാൻ ദൂരസ്ഥലങ്ങളിൽ പഠനത്തിനായി, ജോലിക്കായി നമ്മളിൽ ചിലർക്ക് പോകേണ്ടതായിട്ട് വന്നേക്കാം. മറ്റു ചിലർക്ക് നിലവിലെ സാഹചര്യത്തിൽ നിന്നും മാറിപ്പോകുവാനും സാധിച്ചില്ല എന്ന് വരാം. പ്രകൃതി ചില കണ്ടുമുട്ടലുകൾക്ക് വേദിയാകുന്നു. മുന്നോട്ട് ആരെയൊക്കെ എപ്പോഴൊക്കെ കാണാൻ പറ്റുമെന്ന് നമ്മൾക്ക് ആർക്കും ഉറപ്പ് പറയാൻ കഴിയുകയില്ല. അടുത്ത നിമിഷം നമ്മൾക്ക് എന്താണ് സംഭവിക്കുക എന്നറിയില്ലല്ലോ. ഏതൊരു ബന്ധത്തിനും തുടക്കം കുറിക്കുന്നത് കണ്ടുമുട്ടലുകളാണ്. നമ്മൾക്ക് ചേരാത്ത ബന്ധങ്ങൾ ഒഴിവാക്കാൻ പഠിക്കേണ്ടതുണ്ട്. ഓരോ വ്യക്തികൾക്കും അവരുടേതായ ഇഷ്ടങ്ങളും ഇഷ്ടമില്ലായ്മയുമുണ്ട്. മറ്റുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തെ നിയമത്തിൻ്റെ വഴിയല്ലാതെ ഒരിക്കലും തടയാതിരിക്കാൻ ശ്രദ്ധിക്കുക. വ്യക്തി സ്വാതന്ത്ര്യത്തെ ദുരുപയോഗം ചെയ്യാതിരിക്കുക. മറ്റുള്ളവരുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് വേണ്ട പരിഗണന നൽകുക. പ്രകൃതി മനോഹാരിത കാണണമെങ്കിൽ ആ പ്രദേശത്ത് പോയി കാണേണ്ടതുണ്ട്. എല്ലാവർക്കും അതിനുള്ള സാഹചര്യം നിലവിൽ അനുവദിക്കണമെന്നില്ല. ഇന്നിപ്പോൾ നമ്മൾക്ക് പലവിധ ഇൻ്റർനെറ്റ് സംവിധാനം വഴി വിദൂരത്തിലിരുന്നു കൊണ്ട് സ്ഥലങ്ങൾ കാണാനുള്ള വലിയ സാധ്യതകൾ തുറന്നു കിടപ്പുണ്ട്. നേരിൽ കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും വീഡിയോ വഴി പരസ്പരം കണ്ട് സംസാരിക്കത്തക്ക സംവിധാനമെല്ലാം ഇന്നിപ്പോൾ വന്നു കഴിഞ്ഞു. നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ഈ ലോകത്ത് നമ്മുടെ എല്ലാ കാര്യവും എപ്പോഴും സുഗമമായി നടക്കണമെന്നില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നല്ല കണ്ടുമുട്ടലുകൾ ഉണ്ടാകട്ടെ. ചുറ്റിലുമുള്ള മനുഷ്യർക്ക് നല്ലത് ചെയ്തു കൊടുക്കാൻ നല്ല മനുഷ്യരെ കണ്ടുമുട്ടുന്നത് വഴി കഴിയട്ടെ.